മലയോര കർഷകരുടെ ESA ആശങ്കകൾ ഒഴിയുന്നില്ല. കേരള സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചു എന്ന് പറയുന്ന ESA അന്തിമ വിജ്ഞാപനത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പ്രസിദ്ധീകരിക്കാതെ മറച്ചുവെക്കുകയാണ്. 1300ഓളം ചതുരശ്ര കിലോമീറ്റർ ESAയ്ക്ക് പുറത്താകുമെന്ന് പറയുമ്പോഴും ഈ പ്രദേശം ഏതൊക്കെ വില്ലേജിൽ പെടും എവിടെയും വ്യക്തമാക്കിയിട്ടില്ല. മുന്നത്തെ പോലെ തന്നെ കോറികളുള്ള വില്ലേജുകളെ ഒഴിവാക്കുവാൻ ഈ പ്രാവശ്യവും ശ്രമം നടന്നു എന്ന് വേണം കരുതേണ്ടത്. ഒട്ടും വനഭൂമിയും കോറികളും ഇല്ലാത്ത മേലുകാവ്, പൂഞ്ഞാർ തുടങ്ങിയ വില്ലേജുകളെ ESA പട്ടികയിൽപ്പെടുത്തിയപ്പോൾ തൊട്ടടുത്തുള്ള കോറികളുള്ള അതീവ പരിസ്ഥിതി ലോലമായുള്ള വില്ലേജുകളെ ഒഴിവാക്കി. കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കോറികളില്ലാത്ത തിരുവമ്പാടി, കോടഞ്ചേരി വില്ലേജുകളെ ഉൾപ്പെടുത്തിയപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ മാറിൽ ആയിരക്കണക്കിന് ഏക്കർ കോറികളുള്ള വില്ലേജിനെ തന്ത്രപൂർവ്വം ഒഴിവാക്കി. ESA നിയമം കോറികളെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് നടന്നു വരുന്നത്. കേരളത്തിലെ ESA പ്രദേശങ്ങൾ വരുന്ന ഒട്ടുമിക്ക വാർഡുകളിലും പുതിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഭരണഘടനാ ബോഡിയായ ഗ്രാമസഭയ്ക്ക് ഇങ്ങനെ തങ്ങളുടെ പ്രദേശങ്ങളിൽ പുതിയ നിയമ തീർമാനത്തെ എതിർക്കുവാനുള്ള അധികാരമുണ്ട്. ഭൂവിനിയോഗം ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതിനാൽ സംസ്ഥാന സർക്കാരിനാണ് ഭൂമിയുടെ വിനിയോഗം എങ്ങനെ നടത്തും എന്നതിൽ പരിപൂർണ അധികാരം. ഗ്രാമസഭകൾ ESAയ്ക്കെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് ഇതുവരെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന വൻ അട്ടിമറിയാണ്. ESA പട്ടികയിൽ വില്ലേജുകളെ പൂർണ്ണമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ESA പട്ടികയിൽ നിന്ന് വില്ലേജുകളെ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല. ഒരു ചെറു വിഭാഗമെങ്കിലും ESAയിൽ പെടുകയാണെങ്കിൽ മുഴുവൻ വില്ലേജും ESAയായി കണക്കാക്കേണ്ടി വരുമെന്ന് കേന്ദ്രം ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ഏറ്റവും ചെറിയ സർവേ യൂണിറ്റായി കേരളത്തിൽ ഇപ്പോഴുമുള്ളത് വില്ലേജ് അതിർത്തികളാണ് എന്നതാണ് ഇതിന് പ്രധാന കാരണം. അരനൂറ്റാണ്ടായി സർവേ പോലും പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് പ്രാഥമിക കാരണം. ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം 123 തൊട്ട് 130 വില്ലേജുകൾ വരെ പൂർണ്ണമായും അന്തിമ വിജ്ഞാപനത്തിൽ ESA നിലനിർത്തൽ വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തമിഴ്നാട് സർക്കാർ ചെയ്തതുപോലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ വില്ലേജുകളെ രണ്ടായി തിരിച്ചു. ഒരു ഭാഗം RF വില്ലേജ് എന്നും പേര് മാറ്റി മറ്റു വില്ലേജ് ഉണ്ടാക്കി അതിർത്തി തിരിച്ചു. RF വില്ലേജിനെ മാത്രം ലിസ്റ്റിൽപ്പെടുത്തി. ജനവാസ മേഖലയെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും മാറ്റുവാൻ കേരള സർക്കാരിനും സാധിക്കും. പക്ഷേ ഇവിടെയുള്ള കപട പരിസ്ഥിതിവാദി ലോബികളും അവരുടെ രാഷ്ട്രീയ അന്തർധാരയും അതിന് തുരങ്കം വയ്ക്കുകയാണ്. നിരവധി കർഷക സംഘടനകൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ സർക്കാർ നിസ്സംഗതയാണ് കാണിക്കുന്നത്. തങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വനാതിർത്തികൾ കൃത്യമായി രേഖപ്പെടുത്തിയുള്ള ESA വിജ്ഞാപനത്തിന് വനംവകുപ്പ് കപട പരിസ്ഥിതിവാദികളും അവരുടെ മാഫിയ ഒരു വലിയ എതിർപ്പുണ്ടെന്ന് അനുമാനിക്കാം. അവരെ സംബന്ധിച്ചോളമുള്ള പ്രശ്നം ഈ രീതിയിൽ വനാതിർത്തികൾ തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ന് വനംവകുപ്പ് അവകാശപ്പെടുന്ന വനത്തിൻ്റെ പകുതി വിസ്തൃതി പോലും ഇല്ല എന്ന് പുറത്തു വരും. അപ്പോൾ നിലവിൽ ഇരട്ടിയിലധികമുള്ള വനംവകുപ്പ് തസ്തികകളും ഫണ്ടുകളും എല്ലാം ചോദ്യം ചെയ്യപ്പെടും. നിലവിൽ റവന്യൂ അധികൃതർ കൃഷിഭൂമിയായി സർവേ രേഖകളും നൽകി കരം വാങ്ങിക്കുന്ന ഭൂമി തന്നെ വനാതിർത്തികളിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ പോലും വനംവകുപ്പ് തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നു. ഇങ്ങനെ ഭൂപടങ്ങൾ ഉണ്ടാക്കി കാലാകാലങ്ങളായി ഫണ്ടുകൾ വാങ്ങിയും തസ്തികകൾ സൃഷ്ടിച്ചും നിയമങ്ങൾ നടത്തിയും വരികയാണ്. റവന്യൂ ഭൂമിയുടെയും വനംവകുപ്പ് അവകാശപ്പെടുന്ന വനഭൂമിയുടെയും കണക്കെടുത്താൽ കേരളത്തിൻ്റെ വിസ്തൃതി തന്നെ 10% വരെ കൂടിയതായി കാണാം. പരശുരാമൻ വീണ്ടും മഴ എറിഞ്ഞിട്ടാണ് ഇങ്ങനെ വിസ്തൃതി പിന്നെയും കൂടിയതെന്നും ഏമാന്മാർ പറഞ്ഞാൽ അതും പൊതുജനം വിശ്വസിക്കേണ്ടി വരും. അത്രയ്ക്ക് ഭരണകാര്യങ്ങൾ പിടിമുറുക്കിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥ ഭരണം. കേന്ദ്ര വിജ്ഞാപന പ്രകാരം കേരളത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ കേരളം സമർപ്പിക്കുന്ന ഭൂപടങ്ങൾ, മറ്റു രേഖകൾ എന്നിവ പ്രസിദ്ധീകരിക്കേണ്ടതാണ്. ഇവ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുന്നേ പ്രസിദ്ധീകരിച്ച കഡസ്ട്രൽ മാപ്പുകളാണ് ഇപ്പോഴും സൈറ്റിൽ കിടക്കുന്നത്.